മനോഹരമായ ഒരു പ്രകൃതിയിലാണ് നമ്മൾ. ഇത് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അതിവിസ്തൃതമായ സൗന്ദര്യത്തിൻ്റെ ഒരു ചെറിയ ഇടമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തിനാണ് ഈ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത്? നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ വിസ്മയകരമായ അത്ഭുതങ്ങളിലൂടെയാണ്. പക്ഷേ എന്നിട്ട് നമ്മൾ അത്ഭുതങ്ങൾ തേടി ധ്യാനങ്ങൾക്കും ഒക്കെ പോകുന്നു. തെറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ എഴുതിത്തള്ളിയ കുറേ അത്ഭുതങ്ങളുണ്ട്. ഈ മഹാപ്രപഞ്ചം എത്ര സുന്ദരമാണ്. ആ ഒരു അത്ഭുതം നമ്മൾ കണ്ടു തുടങ്ങുന്നിടത്താണ് ദൈവം നിത്യവും സ്നേഹമാണ്, സൗന്ദര്യമാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ നമുക്ക് പറ്റിയൊരു പ്രശ്നം, ബൈബിളിൽ കാണിച്ചു തന്ന ചില അപൂർവ അനുഭവങ്ങളിൽ നമ്മുടെ മനസ്സ് ഉടക്കിപ്പോയി. നിത്യവും സംഭവിക്കാത്ത അപൂർവങ്ങളായി മാത്രം സംഭവിച്ച ചില കാര്യങ്ങൾ ബൈബിളിൽ എടുത്തു പറയുന്നു. അത് പറയുമ്പോൾ നമുക്ക് അതിനോടകം തന്നെ ഈ പ്രപഞ്ചമാകുന്ന നമ്മുടെ ജീവിതമാകുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്ന ഒരു പശ്ചാത്തലത്തിലാകാം അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ അടിസ്ഥാനം വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിളിലെ അത്ഭുതങ്ങളെ കാണുന്നത്. ഉദാഹരണത്തിന്, ഈശോ 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് വാഴ്ത്തി 5000-ഓളം പേർക്ക് വർദ്ധിപ്പിച്ചു. അത് അത്ഭുതമാണ്, സംശയമൊന്നുമില്ല. 5000-ഓളം പേർക്ക് വർദ്ധിപ്പിക്കപ്പെട്ട അപ്പം. പക്ഷെ ചിന്തിക്കേണ്ടത്, വർദ്ധിക്കപ്പെടാത്ത ഒരപ്പത്തിനകത്ത് അത്ഭുതമുണ്ടോ? നമുക്കത് കാണാൻ സാധിക്കുന്നില്ല, അത് മറന്നുപോയിരിക്കുന്നു. 5 അപ്പം വർദ്ധിച്ചത് കൊണ്ടാണ് അത്ഭുതമെങ്കിൽ ഒരു ഗോതമ്പ് മണി വർദ്ധിച്ചതല്ലേ ഈ 5 അപ്പം അല്ലെങ്കിൽ ഒരപ്പം? ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീണ് ഇല്ലാതാകുന്നു. പിന്നെ ഭൂമിയുടെ പുറന്തോട് പൊട്ടിച്ച് 2 തളിരില പുറത്ത് വരുന്നു. അത് വളർന്നൊരു ഗോതമ്പ് ചെടിയായി, അത് നിറയെ ഗോതമ്പ് മണികളായി. ഇത് പൊടിഞ്ഞു കുഴഞ്ഞ് മാവായി അപ്പമായി. ഈ അപ്പക്കഷ്ണത്തിൽ മണ്ണും മഴയും മഞ്ഞും മരവും വെയിലും എല്ലാം മനുഷ്യൻ്റെ നാവിൻ തുമ്പിൽ രുചിക്കും വിധത്തിൽ പ്രത്യേക ആനുപാതികത്തിൽ ദൈവം ചേർത്തു. അങ്ങനെ നോക്കിയാൽ അതൊരു അത്ഭുതമല്ലേ? അങ്ങനെ തന്നെയല്ലേ നോക്കേണ്ടത്? അത്ഭുതങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഏതോ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളില്ലാതെ ദൈവാനുഭവങ്ങളില്ല എന്ന് പരാതി പറഞ്ഞ് നമ്മളിരിക്കുന്നു. ഒന്നുകൂടെ ചിന്തിക്കുക, യേശുക്രിസ്തു ചെയ്ത ചില അത്ഭുതങ്ങൾ കണ്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നാൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തുവിന് ജീവിക്കാൻ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആര് എന്തത്ഭുതം പ്രവർത്തിച്ചു? ഒരത്ഭുതവും യേശുക്രിസ്തുവിന് മുമ്പിൽ ആരും പ്രവർത്തിച്ചില്ല. പക്ഷേ ഈശോ അത്ഭുതം കണ്ടു. എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും വയലിലെ ലില്ലിപ്പൂക്കളെ നോക്കുകയും. ആകാശത്തുകൂടെ പറന്നു പോകുന്ന ഒരു പക്ഷി ഈശോയ്ക്ക് അത്ഭുതമാണ്. അവൻ പറഞ്ഞു, ഒരു തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അതിലൊന്നുപോലും നിലത്തെ വീഴാതെ ദൈവം കാക്കുന്നു. അതാണ് സ്നേഹം. വയലിലെ പൂക്കളെ നോക്കൂ, സോളമൻ രാജാവ് പോലും ഇത്ര മനോഹരമായി അലങ്കൃതനായിട്ടില്ല. അതിനെയും അലങ്കരിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ പിതാവ്. അങ്ങനെയാണ് ക്രിസ്തു അത്ഭുതം കണ്ടത്. അത്ഭുതങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കൈക്കുമ്പിളിലിരുന്ന വിത്ത് മാമരമായി. അതിൻ്റെ തണലിൽ നിന്നിട്ടും ഞാൻ ദൈവാനുഭവത്തിലല്ല, ഞാൻ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല എന്ന് കരുതി വണ്ടി കയറി അത്ഭുതത്തിനായി ദൂരെ യാത്ര ചെയ്യുന്നവർ ഓർക്കണം, നിങ്ങൾ സഞ്ചരിക്കുന്നതെല്ലാം അത്ഭുതങ്ങളിലൂടെയാണ്. കണ്ണ് അടഞ്ഞു പോയതാണ് പ്രശ്നം. മിഴി തുറന്നാൽ നിറയെ അത്ഭുതങ്ങൾ. നന്ദി.